നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണത്. നമ്മുടെ പണ്ടുള്ള മുത്തശ്ശിമാർ ട്രൈ ചെയ്തിട്ടുള്ള 5 സ്കിൻ ലൈറ്റനിങ് അല്ലെങ്കിൽ വൈറ്റനിങ് ക്രീമുകളാണ്. ഹോം മെയ്ഡ് ആണ് നമ്മൾ കാണുന്നത്. അതായത് ഏറ്റവും പഴയ കാലത്ത് അവർ യൂസ് ചെയ്തത്. അപ്പോൾ അത്രയും പ്രഷ്യസ് ആണ്, അത്രയും റിസൾട്ട് ഉള്ളതാണ്. ആ ഒരു 5 സ്കിൻ ബ്രൈറ്റനിങ് നൈറ്റ് വൈറ്റനിങ് ക്രീമുകളാണ് നമ്മൾ കാണുന്നത്. 5 ക്രീമുകൾ, അതായത് 5 നൈറ്റ് ബ്രൈറ്റനിങ് ക്രീമുകൾ നമ്മുടെ ഫേസ് ലൈറ്റൻ അല്ലെങ്കിൽ ബ്രൈറ്റൻ ആക്കാൻ മാത്രമല്ല, നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലിയർ ആൻഡ് ഗ്ലോയിങ്, ആ ഒരു കൊറിയൻ ഗ്ലോ ഒക്കെ കിട്ടുന്ന മാതിരി ആക്കാനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, അപ്ലൈ ചെയ്യേണ്ട രീതികൾ, അതൊക്കെ നമുക്ക് നോക്കാം. 0 കോസ്റ്റിലുള്ള 5 നൈറ്റ് വൈറ്റനിങ് ക്രീമുകളാണ് നമ്മൾ കാണുന്നത്. അപ്പൊ എന്തായാലും നോക്കാം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വൈറ്റനിങ് ക്രീമുകൾ ട്രൈ ചെയ്യുമ്പോൾ പലരും പറയും വീട്ടിലുണ്ടാക്കുന്ന ക്രീമുകൾക്ക് ഒന്നും റിസൾട്ട് ഇല്ല. എന്താ കാരണം? അപ്പൊ ഒരു കുഞ്ഞു സീക്രട്ട് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം. എന്താണ് നിങ്ങൾക്ക് ഇത് റിസൾട്ട് ഇല്ലാത്തതൊന്നും റിസൾട്ട് കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും. അപ്പൊ ആ ഒരു സീക്രട്ട് എന്താണെന്നറിയോ? വേറെ ഒന്നുമല്ല, നമ്മൾ ഏതൊരു ഫേസ് പാക്ക് അല്ലെങ്കിൽ ലൈറ്റനിങ് ക്രീമുകളും പാക്കുകളും ഹോം മെയ്ഡ് ചെയ്യുമ്പോഴും നമ്മൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ, നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ ഒരു റുട്ടീൻ മാതിരി നമ്മൾ ഡെയിലി ചെയ്യാന്നുള്ളതാണ്. എന്തൊക്കെ കാരണം കൊണ്ടായാലും അത് നമ്മൾ മിസ് ചെയ്യാതിരിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് CTM റുട്ടീൻ, അതായത് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യമില്ല ഇത് ചെയ്തില്ലെങ്കിൽ. അപ്പൊ നമുക്ക് അതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. CTM റുട്ടീൻ. അപ്പൊ ഈ ഒരു CTM റുട്ടീനിൽ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇത് കംപ്ലീറ്റ് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള, നല്ല ഹെർബൽ ആയിട്ടുള്ള, pH ബാലൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് നമ്മുടെ CTM റുട്ടീൻ ഉൾപ്പെടുത്താൻ. ഫേസ് വാഷ് ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടം ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് നല്ല പ്ലം ആൻഡ് ഗ്ലോയിങ് ആയിട്ടിരിക്കാനാണ്. അപ്പോൾ ഞാൻ പേഴ്സണലി നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഇങ്ങനെ നമുക്ക് ആ ഒരു പ്ലം ആൻഡ് ഗ്ലോയിങ് ആയിട്ടിരിക്കാനായിട്ട് ഡെർമാവൈവിൻ്റെ ഹൈഡ്ര ക്ലെൻസർ ആണ്. കാരണം എന്താണെന്നറിയോ? ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നാച്ചുറൽ കൊളോയിഡൽ ഓട്ട്മീൽ ആണ്. പേഴ്സണലി ലവ് ദിസ് പ്രൊഡക്റ്റ്. കാരണം എന്താണെന്നറിയോ? ഇത് ഒരു സോപ്പ് ഫ്രീ, അതുപോലെ തന്നെ pH ബാലൻസ്ഡ് ക്ലെൻസർ ആണ്. ഇതിലുള്ള നാച്ചുറൽ കൊളോയിഡൽ ഓട്ട്മീൽ നമ്മുടെ ഫേസിലെ ഇംപ്യൂരിറ്റീസിനെ ലിഫ്റ്റ് ചെയ്യുകയും എസെൻഷ്യൽ ഓയിൽസ് നമ്മുടെ മുഖത്തെ ആ ഒരു നല്ല മോയ്സ്ചറൈസിങ് ഗ്ലോ നമുക്ക് തരുകയും ചെയ്യും കേട്ടോ. എൻറിച്ച്ഡ് വിത്ത് സോഡിയം, PC ആൻഡ് എമോലൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ഡീപ്പ് ഹൈഡ്രേഷൻ ആണ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിരിക്കും. അതേപോലെ നമ്മുടെ ഫേസിലെ ഡേർട്ട്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നീറ്റ് ആൻഡ് ക്ലിയർ ആവും. അതുപോലെ നമ്മുടെ ഫേസ് നല്ല നാച്ചുറലി നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കും ഇത് വെച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ. നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, നല്ല ഗ്ലോ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ പേഴ്സണലി ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആട്ടോ ഈ ഒരു ക്ലെൻസർ. അടുത്തത് നമ്മൾ ടോണറായിട്ട് റോസ് വാട്ടറോ കോക്കനട്ട് വാട്ടറോ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ CTM റുട്ടീനിൽ അവസാനത്തെ എന്ന് വെച്ചാൽ മോയ്സ്ചറൈസർ ആണ്. മോയ്സ്ചറൈസറിൽ എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതും എപ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതുമാണ് വിറ്റമിൻ E റിച്ച് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വരാനിരിക്കുന്ന നമ്മുടെ ഏജിങ് പ്രോസസ്സിംഗ് ഒക്കെ ഡിലേ ചെയ്യാനും നമുക്ക് ഇപ്പോൾ ഉള്ള നമ്മുടെ സ്കിന്നിനെ യൂത്ത്ഫുൾ ആയിട്ട് എപ്പോഴും യങ് ആയിട്ട് വെക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് വിറ്റമിൻ E എന്ന് പറയുന്ന ഒരു കാര്യം. ഇത് നമ്മുടെ റിച്ച് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മോയ്സ്ചറൈസിങ് ലോഷൻസ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് നാച്ചുറലി നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കും. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. വിറ്റമിൻ E കൊണ്ട് റിച്ച് ആയിട്ടുള്ള ന്യൂട്രിഡം മോയ്സ്ചറൈസിംഗ് ലോഷൻ ആട്ടോ നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യാൻ എടുക്കുന്നത്. ഇത് എടുക്കാൻ കാരണം ഇതിലുള്ള വിറ്റമിൻ E ഹയസ്റ്റ് ഗ്രേഡ് വിറ്റമിൻ E ആട്ടോ. ഒപ്പം തന്നെ നമ്മുടെ ഫേസിലെ ഏജ് സൈൻസിനൊക്കെ ഡിലേ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് റിപ്പയർ ചെയ്യാനും ഈ ഒരു മോയ്സ്ചറൈസിംഗ് ലോഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതിലെ ഹയസ്റ്റ് ഗ്രേഡ് വിറ്റമിൻ E ഉള്ളത് കൊണ്ട് തന്നെ പവർഫുൾ ഹൈഡ്രേഷൻ ആൻഡ് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ധാരാളം ഉണ്ട്. ഇത് നമ്മുടെ ഫേസിലെ റെഡ്നെസിന്റെ അപ്പിയറൻസും ആക്നെ സ്പോട്ടും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു ദിവസം മുഴുവനായിട്ട് നമ്മുടെ ഫേസ് നല്ല നാച്ചുറലി ഗ്ലോയിങ് ആയിട്ടും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനും ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒപ്പം തന്നെ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു മോയ്സ്ചറൈസർ ഇട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ആ ഒരു ശരിക്കും നാച്ചുറലി ഗ്ലോ നമുക്ക് കാണാൻ പറ്റും. നമുക്കൊരു നമ്മുടെ ഫേസ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു തിളക്കം നിലനിർത്തിക്കൊണ്ട് നമുക്ക് ആ ഒരു മേക്കപ്പ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഡെർമാവൈവ് ഹൈഡ്ര ക്ലെൻസറും അതുപോലെ ന്യൂട്രിഡം മോയ്സ്ചറൈസിംഗ് ലോഷൻ വിത്ത് വിറ്റമിൻ ഇയും ഞാൻ മസ്റ്റ് ട്രൈ ആയിട്ട് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല അടിപൊളി 2 പ്രൊഡക്റ്റ് ആട്ടോ. എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആണ്. അപ്പൊ ഫൈനലി ഈ 3 സ്റ്റെപ്പുകൾ നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും മസ്റ്റ് ആയിട്ട് ഈ CTM റുട്ടീൻ നിങ്ങൾ ഉൾപ്പെടുത്താം. ന്യൂട്രിഡമിന്റെ ഇന്ത്യാസ് ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആമസോൺ, നൈക്ക, അതുപോലെ തന്നെ ഐബീരിയ സ്കിൻ ബ്രാൻഡ്സിലും ഈ പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനെക്കുറിച്ച് അറിയണം, ഇത് മേടിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പൊ ഇപ്പൊ ഈ പ്രൊഡക്ട്സ് ഒക്കെ
മേടിക്കുകയാണെങ്കിൽ ഓഫർ ഉണ്ട് കേട്ടോ. 10% പ്രീ മേക്കപ്പ് കോംബോ ഓഫർ എന്ന് പറഞ്ഞിട്ടും 5% ഡെർമാബയോ ഹൈഡ്ര ക്ലെൻസറിനും ഓഫർ ഉണ്ട്. അപ്പൊ എന്തായാലും ചെക്ക് ചെയ്തൊക്കെ പെട്ടെന്ന് തന്നെ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കും കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകണം നമ്മുടെ 5 നൈറ്റ് സ്കിൻ ബ്രൈറ്റനിങ് ലൈറ്റനിങ് ക്രീമുകളാട്ടോ. സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യുന്ന 5 ക്രീമുകളാണ്. പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ട് ആവണേ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇത് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മുടെ ഫേസിൽ ഫുള്ളായിട്ട് ഇട്ട് നോക്കാനായിട്ട്. പിന്നെ രാത്രി കിടക്കുമ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ട് ഇത് മാത്രം യൂസ് ചെയ്ത് നമ്മൾ കിടന്നുറങ്ങാം. ഒരു 1 വീക്ക് കൊണ്ട് തന്നെ ഒട്ടുമിക്ക ഈ 5 എണ്ണത്തിലും കൂടുതൽ നമുക്ക് നല്ല റിസൾട്ട് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് മാത്രം സെലക്ട് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതും കൂടി സെലക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. എനിക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള 5 ക്രീമുകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്രീം നമ്മൾ ഇന്ന് ചെയ്യണത്. അതുപോലെ തന്നെ പണ്ട് മുതലേ ട്രൈ ചെയ്ത് വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് 100% ഹെർബൽ ആയിട്ടുള്ളതും നാച്ചുറൽ ആയിട്ടുള്ളതും ഹോം മെയ്ഡ് ആയിട്ടുള്ളതും റിസൾട്ട് ഉള്ളതാണ്. അപ്പൊ എന്തായാലും നോക്കാട്ടോ. നമ്മുടെ ഫേസ് ക്ലിയർ ആവാനും അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റനിങ്ങിനും ബ്രൈഡലിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന 5 നൈറ്റ് ബ്രൈറ്റനിങ് ക്രീമുകളാട്ടോ നമ്മൾ കാണുന്നത്. പിന്നെ ഇതിൽ നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് എനിക്ക് മഞ്ഞൾ അലർജി ആയതുകൊണ്ട് ഞാനതിന് പകരം നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ക്യാരറ്റാണ്. അപ്പം അതുകൊണ്ട് അത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം 5 എണ്ണമാണ് നമ്മൾ കാണാൻ പോകുന്നതിൽ നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടായത് അത് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഒരു 1 മന്ത് യൂസ് ചെയ്യുമ്പോൾ തന്നെ കിഡിലൻ റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആദ്യത്തെ നോക്കാം. ഇതുപോലൊരു കല്ല് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ചന്ദനം അല്ലെങ്കിൽ നമ്മുടെ സാൻഡൽവുഡിന്റെ അങ്ങനെ ഒരു സ്റ്റിക്ക് അല്ലെങ്കിൽ നമ്മുടെ രക്തചന്ദനം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ക്യാരറ്റ് ജ്യൂസ് നമ്മൾ അരച്ചു വെക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞളോ പച്ചമഞ്ഞളോ എടുക്കാട്ടോ. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ ജസ്റ്റ് രണ്ടും കൂടി കല്ലിൽ ഉരച്ചിട്ട് ക്രീമാക്കി എടുത്താൽ മതി. ഞാനിവിടെ ക്യാരറ്റ് ജ്യൂസിൽ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ചന്ദനം ഇങ്ങനെ ഉരയ്ക്കുന്നത്. രക്തചന്ദനം എടുക്കാട്ടോ പകരം. അതും നല്ലതാണ്. നിങ്ങൾക്ക് ഏതാണോ കിട്ടണേ അത് അവൈലബിൾ ആയിട്ടുള്ളത് എടുക്കാം. ഇത് നമ്മുടെ ഫേസിലെ പാടുകളും അതുപോലെ എത്ര പഴകിയ പാടുകളാണെങ്കിലും മാറാനും പിന്നെ അതുപോലെ നമ്മുടെ ഫേസ് നമ്മൾ ഉപയോഗിക്കുന്നവരും നന്നായിട്ട് ബ്രൈറ്റൻ ആവുകയും ചെയ്യും, ക്ലിയർ ആവാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതുപോലെ കല്ലിൽ ഇങ്ങനെ എന്താ പറയുക ക്യാരറ്റിൽ ഇങ്ങനെ മുക്കി നമ്മളിങ്ങനെ ജസ്റ്റ് വരച്ചെടുക്കുക. അപ്പൊ ഇതെന്ന് പറഞ്ഞാല് പണ്ട് മുതലുള്ള ട്രഡീഷണൽ ഒരു പാക്കാട്ടോ. സ്കിൻ ബ്രൈറ്റനിങ്ങിനും ക്ലിയർ ആവാനൊക്കെ രക്തചന്ദനവും അതുപോലെ മിക്കതും നമ്മുടെ മഞ്ഞളും ആണ്. അപ്പൊ മഞ്ഞൾ അലർജി ഉള്ളവർക്ക് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ക്യാരറ്റ്. ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അത് എടുക്കണേ കേട്ടോ. അപ്പൊ അങ്ങനെ കുറേശ്ശെ നമ്മൾ ഉരച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സാധനങ്ങൾ എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യാം. ചില കാര്യങ്ങൾ നമുക്ക് 1-2 വെക്കാം. പക്ഷെ ഇതുപോലെ ഉരച്ചെടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതാണ് നമുക്ക് ഏറ്റവും റിസൾട്ട് കിട്ടുക. പിന്നെ അതുപോലെ ഇത് ഉപയോഗിക്കേണ്ട വിധം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ രാത്രി ജസ്റ്റ് ഒന്ന് പരട്ടിയിട്ട് കിടന്നുറങ്ങുക. പിറ്റേഴ്സിന്റെ രാവിലെ ഏതെങ്കിലും ഹെർബൽ ആയിട്ടുള്ള ഫേസ് വാഷുകൾ വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഏതെങ്കിലും കടലപ്പൊടിയോ പയറുപൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് വാഷ് ചെയ്യാം. ഇത് നമുക്ക് ഏത് ഏജിലുള്ളവർക്കും ടീനേജേഴ്സ് മുതൽ യൂസ് ചെയ്യാം. പിന്നെ നമുക്കിതിൽ മിൽക്ക് ഒന്നും ഇല്ലാത്തത് കൊണ്ടും അങ്ങനെ ഇല്ലാതെ യൂസ് ചെയ്യുന്നവർക്കും നല്ലതാണ്. പിന്നെ നമ്മുടെ ക്യാരറ്റ് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനും ചന്ദനാണെങ്കിൽ അത് ക്ലിയർ ആൻഡ് ബ്രൈറ്റ് ആവാനും രക്തചന്ദനാണെങ്കിലും ഹെൽപ്പ് ചെയ്യും. അപ്പൊ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ ഇതിലിപ്പോൾ 5 എണ്ണം കാണിക്കുന്നത് അതിൽ ഏതാണോ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വെച്ചാൽ അത് നമുക്ക് ട്രൈ ചെയ്യാം. അപ്പൊ ഇതുപോലെ അപ്ലൈ ചെയ്ത് കിടക്കുക. എപ്പോഴും ഫ്രഷ് ആയിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. ജസ്റ്റ് കിടന്നുറങ്ങുക, വാഷ് ചെയ്ത് കളയാം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഉലുവ നമ്മൾ തലേന്ന് വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ സോക്ക് ചെയ്യുക. അത് നമ്മൾ നേരെ അങ്ങനെ തന്നെ പിറ്റേ ദിവസം നമ്മൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ആ ഒരു സോക്ക് ചെയ്ത മിൽക്ക് അല്ലെങ്കിൽ വെള്ളം അടക്കം ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ക്യാരറ്റ് ജ്യൂസാണ്. നിങ്ങൾക്ക് ഇതിന് പകരം മഞ്ഞൾ എടുക്കുക കേട്ടോ. ഇത് മഞ്ഞൾ ആവുമ്പോൾ മഞ്ഞൾ അങ്ങനെ തന്നെ ഇട്ടിട്ട് അതായത് നമ്മുടെ കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ സാധാ പച്ചമഞ്ഞളോ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു തുണിയിലോ അല്ലെങ്കിൽ ഒരു അരിപ്പയിലോ അങ്ങനെ അരിച്ചെടുക്കുക. നല്ല തിക്ക് ക്രീം ആയിട്ടുള്ള ഒരു ജെൽ കൺസിസ്റ്റൻസിയിൽ ഒരു എന്താ പറയുക ഗ്രീസി ആയിട്ടൊരു നമുക്കൊരു എക്സ്ട്രാക്റ്റ് കിട്ടും. ഇതാണ് നമ്മുടെ ക്രീം. ഇത് നമുക്ക് 2 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. ഇത് നമ്മുടെ പിഗ്മെന്റേഷൻ അതായത് ഒരു 7 ഡേയ്സിൽ തന്നെ പിഗ്മെന്റേഷൻ ഒക്കെ പറക്കും. അത്ര നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഉലുവയുടെ. പിന്നെ ഫേസ് നന്നായിട്ട് കൊറിയൻ നാച്ചുറൽ ഗ്ലോ മാതിരി കിട്ടും. അതേപോലെ നന്നായിട്ട് ബ്രൈറ്റൻ ആവുകയും ചെയ്യും. അപ്പൊ പിഗ്മെന്റേഷൻ ഫേസിൽ എപ്പോഴും കരിവാളിപ്പുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ക്രീമാണ് ഇതിട്ട്, നൈറ്റ് ക്രീമാണ്. പിന്നെ നിങ്ങൾക്ക് മിൽക്ക് അലർജി ഉണ്ടെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് വെള്ളം എടുക്കാം കേട്ടോ. വെള്ളത്തിൽ നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കാം, പാൽ ഒഴിവാക്കാം കേട്ടോ. അപ്പൊ ഇതുപോലെ കണ്ടില്ലേ, കുറച്ച് നേരം വെക്കുമ്പോൾ ഇതിങ്ങനെ ഇരുന്ന് സെറ്റായിട്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവും. നമ്മുടെ ഉലുവയുടെ ഒരു കൊഴുപ്പുണ്ടല്ലോ അത് വരും. എന്നിട്ട് നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ കഴുകിയെടുക്കാം. മിൽക്കാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ ഓയിലി അതുപോലെ തന്നെ മിൽക്ക് അലർജി ഉള്ളവർ അങ്ങനെയുള്ളവർക്കൊക്കെ മിൽക്ക് പറ്റില്ല. അപ്പൊ നിങ്ങൾ
നോർമൽ വെള്ളത്തിൽ ഇത് സോക്ക് ചെയ്യാൻ വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം കാണിച്ച പാക്ക് പറഞ്ഞ ക്രീം കാണിച്ചതുപോലെ തന്നെ ജസ്റ്റ് ഫേസ് വാഷ് ചെയ്യുക ഈവനിങ്ങിൽ. എന്നിട്ട് നമ്മളിത് അപ്ലൈ ചെയ്യുക കിടക്കാൻ നേരത്ത്. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ നന്നായിട്ട് അത് വാഷ് ചെയ്തെടുക്കുക, ഏതെങ്കിലും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടോ ഹെർബൽ ആയിട്ടുള്ള ക്ലെൻസർ വെച്ചിട്ടോ. ഫേസ് നല്ല ഗ്ലോ ഉണ്ടാവും. ഒരു 1 വീക്ക് കൊണ്ട് തന്നെ ഇത് ശരിക്കും അമേസിംഗ് ആയിട്ട് റിസൾട്ട് തരുന്നതാണ് ഉലുവയുടെ വൈറ്റനിങ് ക്രീം കേട്ടോ. അപ്പൊ ഇങ്ങനെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല കിഡിലൻ റിസൾട്ട് ആണ് ഉണ്ടാവുക. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് വന്നിട്ട് നമുക്കൊരു ബ്ലീച്ചിങ് ഇഫക്റ്റ് തരുന്നതാണ്. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ലൈറ്റനായ മാതിരി ഫീൽ ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ ഫേസിലെ പിമ്പിൾസിനെ നന്നായിട്ട് പ്രിവെന്റ് ചെയ്യും. അപ്പൊ അതെന്താണെന്ന് നോക്കാം കേട്ടോ, നമ്മുടെ മൂന്നാമത്തെ ക്രീം. അപ്പൊ ഇത് നമുക്ക് ഞാൻ പറഞ്ഞ മാതിരി നമ്മുടെ എന്താ പറയുക, ഇത് കുറച്ച് വെള്ളം മാതിരി ഉണ്ടാവുക. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് നമ്മുടെ കറിവേപ്പിലയാണ്. കറിക്ക് ഉപയോഗിക്കുന്ന വേപ്പിലില്ല, അത് എല്ലാവരുടെ വീട്ടിലുണ്ടാവും. ഈ കറിവേപ്പിലേക്ക് നമ്മൾ ക്യാരറ്റ് ജ്യൂസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്താ അറിയോ, ഞാൻ ഒഴിച്ചു കൊടുക്കാൻ കാരണം മഞ്ഞൾ ഇട്ടാൽ മതി. മഞ്ഞളും നമ്മൾ ഈ കറിവേപ്പിലയും കൂടി നന്നായിട്ട് അരച്ചിട്ട് ഒരു തുള്ളി വെള്ളമോ റോസ് വാട്ടറോ ചേർത്ത് അരച്ചെടുക്കാം. എനിക്ക് മഞ്ഞൾ നല്ല അലർജിയാണ് ഫേസിൽ, അപ്പൊ അതുകൊണ്ട് ഞാൻ മഞ്ഞൾ ഇടുന്നില്ല. ഇത് നന്നായിട്ട് അരച്ചിട്ട് നമ്മൾ അങ്ങനെ തന്നെ ഒരു എന്താ പറയുക അരിപ്പയിലോ അല്ലെങ്കിൽ തുണിയിലോ നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പൊ ആ ഒരു കറിവേപ്പിലയുടെ എക്സ്ട്രാക്റ്റും അതുപോലെ തന്നെ മഞ്ഞളിന്റെയോ അല്ലെങ്കിൽ ക്യാരറ്റിന്റെ എക്സ്ട്രാക്റ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഇതാണ് കിട്ടുക നമുക്ക്. ആ ഒരു വെള്ളം അത് നമ്മൾ നമ്മുടെ ഫേസിൽ രാത്രി കിടക്കാൻ നേരത്ത് അപ്ലൈ ചെയ്ത് കിടക്കുക. ഇതൊക്കെ നമ്മൾ ഫ്രഷ് ആയിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് കേട്ടോ. ഉലുവയുടെ ക്രീം നമുക്ക് 2 ദിവസമൊക്കെ നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. അപ്പൊ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു പച്ചക്കളർ ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് സെറ്റ് ആവും കേട്ടോ. പിന്നെ ഇത് നമ്മുടെ പിമ്പിൾസിനെ കൂടി പ്രിവെന്റ് ചെയ്യും. നമ്മുടെ ഫേസിൽ കുരുള്ളവർക്ക് ഇത് ബെസ്റ്റ് ആണ്. പിന്നെ നമുക്ക് ഈ ഒരു കറിവേപ്പില നല്ലൊരു നാച്ചുറൽ ബ്ലീച്ചിങ് ഏജന്റ് കൂടിയാണ്. നല്ലൊരു ബ്ലീച്ച് ചെയ്ത് ഇഫക്റ്റ് കിട്ടും. അതായത് ഫേസ് നന്നായിട്ട് ലൈറ്റൻ ആയിക്കൊണ്ടിരിക്കും, നല്ല കളർ വെക്കും. അതേപോലെ തന്നെ നമ്മുടെ പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യും. മാർക്കിന് നല്ലതാണ്, പിന്നെ വരാതിരിക്കാനൊക്കെ നല്ലതാണ്. അപ്പൊ ഇത് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് കുറച്ചു നേരം നന്നായിട്ടൊന്ന് പരട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അങ്ങനെ തന്നെ ഉണങ്ങി കഴിയുമ്പോൾ ചെറിയൊരു ലൈറ്റ് ആയിട്ടൊരു പച്ച ടിന്റ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ കിടന്നുറങ്ങുക, പിറ്റേ ദിവസം രാവിലെ നമ്മൾ വാഷ് ചെയ്യാം കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ അടുത്തത് നമ്മൾ ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. നാലാമത്തെ ഇത് വന്നിട്ട് നമുക്ക് വേണ്ടത് ആദ്യം മഞ്ഞള് എന്താ പറയാ മഞ്ഞളുടെ എക്സ്ട്രാക്റ്റ് ഇല്ലേ, നന്നായിട്ട് അരച്ച് അല്ലെങ്കിൽ ഇടിച്ച് പിഴിഞ്ഞെടുത്ത എക്സ്ട്രാക്റ്റോ അല്ലെങ്കിൽ ക്യാരറ്റിന്റെ ജ്യൂസോ. അപ്പൊ ഞാനിവിടെ ക്യാരറ്റിന്റെ ജ്യൂസ് എടുത്തിരിക്കണം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കടലമാവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, തരി ഇല്ലാത്തതാവണം. വളരെ നൈസ് ആയിരിക്കും. നൈസ് വെച്ചാൽ നമ്മളിങ്ങനെ വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്യുമ്പോൾ അലിഞ്ഞു പോകണം, അത്രയും നൈസ് ആവണം. തരി ഉണ്ടെങ്കിൽ നമുക്ക് ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് എടുക്കാൻ പറ്റില്ല, അതൊരു പാക്ക് മാതിരിയായി പോകും. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ നൈസായിട്ട് ഇങ്ങനെ പൊടിയുള്ളത് മാതിരി എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മളിത് നന്നായിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്യുക. ഈ കാണിച്ചതിലൊക്കെ നമുക്ക് അലോവേര ചേർക്കാം. അലോവേര ചേർക്കാണ്ട് എടുക്കുന്നത് ആ ഒരു എക്സ്ട്രാക്റ്റിന്റെ ഗുണം നമ്മൾ നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നേരിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒറ്റ ക്രീമിലും നമ്മൾ കാണിച്ചതിൽ അലോവേര ഇടാത്തത് കേട്ടോ. അലോവേര ഇല്ലാത്ത ക്രീമുകളാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. പിന്നെ എപ്പോഴും ഫ്രഷ് ആയിട്ട് തയ്യാറാക്കാനാണ് നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ നാലാമത്തെ ആ ഒരു നൈറ്റ് ബ്രൈറ്റനിങ് ക്രീം. ഇത് നമ്മൾ നമ്മുടെ ഫേസിൽ നോർമലായിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെയൊക്കെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എല്ലാവരുടെയും ഒന്ന് പരട്ടി കൊടുക്കുക. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കടലമാവ് വളരെ എന്താ പറയുക നൈസായിരിക്കണം. പിന്നെ വളരെ കുറച്ച് അളവിൽ, അതായത് ഒരു 1/4 ടീസ്പൂൺ എടുത്തേക്ക് കടലമാവ് ഇടാൻ പാടുള്ളൂ. ഇത് ഡ്രൈ ആക്കില്ല കേട്ടോ, കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നമ്മൾ സെറ്റായിട്ടിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാക്ക് മാത്രം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കഴുകി കളയാം. നിങ്ങൾക്ക് ഡ്രൈനെസ് ചിലർക്ക് തോന്നും. ഇനി നമുക്ക് അഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിലെ ഡാർക്ക് സ്പോട്ടുകൾ, അതായത് ഭയങ്കരമായിട്ട് ഡാർക്ക് സ്പോട്ട് ഉള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു ബ്രൈറ്റനിങ് ക്രീം. ഇത് നമുക്ക് കുറച്ച് മിൽക്ക് എടുക്കുക, അതിലേക്ക് ഒരു 3-4 തുള്ളി ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മിക്സ് എന്ന് പറഞ്ഞാൽ എന്നും ഉപയോഗിക്കരുത് ഈ ഒരു ക്രീം. ഇത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ മസ്റ്റ് ആയിട്ട് ഇത് രാത്രി മാത്രം ഇടാൻ പാടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ വെയിലൊന്നും അധികം കൊള്ളാതെ നമ്മൾ നന്നായിട്ട് സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നമ്മുടെ ഫേസിൽ ഫ്രക്കിൾസ്, ഏജ് സ്പോട്ട്, അതുപോലെ തന്നെ മാറാതെ കിടക്കുന്ന അങ്ങനെ പുള്ളിക്കുത്തുകൾ, ഇതിനൊക്കെ മാറ്റാനായിട്ട് ഈ ഒരു മിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം ഈ ഒരു ലെമണിന്റെ എക്സ്ട്രാക്റ്റ് മിൽക്കും കൂടി ചേരുമ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് ലൈറ്റൻ ആവും. ഒപ്പം തന്നെ നമ്മുടെ ഫേസിലത്തെ ഡാർക്ക് സ്പോട്ടൊക്കെ നന്നായിട്ട് ലൈറ്റൻ ആവും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഓക്കെ, നിങ്ങളുടെ ഇഷ്യൂസിനനുസരിച്ചിട്ടുള്ളത് അതനുസരിച്ച് സെലക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഫേസ് പിന്നെ അതുപോലെ തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്യണം, ഏത് കാര്യമാണ് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ. പിന്നെ അലർജി ഉള്ളവർ ഒഴിവാക്കാം കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നല്ല കിടിലൻ 5 സ്കിൻ ലൈറ്റനിങ് ക്രീമുകളാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അതും 0 കോസ്റ്റിൽ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാം ട്രൈ ചെയ്യരുത്, ഏതെങ്കിലും ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 മന്ത് അല്ലെങ്കിൽ ഒരു 1 അല്ലെങ്കിൽ 2 വീക്കെങ്കിലും ട്രൈ ചെയ്യുമ്പോൾ തന്നെ നല്ല വ്യത്യാസം കാണാൻ പറ്റും. എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.